എന്റെ പ്രിയപ്പെട്ട അനുയായിയോട് കഴിഞ്ഞുപോയ ഗതകാല സമൂഹത്തിന്റെ ഈ ആവശ്യത്തിന് വേണ്ടി സഹിച്ച ഏറ്റവും വലിയ മർദ്ദന, താടന, പീഡനങ്ങളുടെ സഹിക്കാൻ കഴിയാവുന്നതിനപ്പുറത്തുള്ള കഥകളുടെ കഥ പറഞ്ഞ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പോരാ. ഈ പ്രഭാഷണത്തിന്റെ വിഷയത്തെ സംബന്ധിച്ചോളം ഈ സലാത്തിന്റെ വീര്യം ഇതിന് യോജിച്ച ഒരു വീര്യമല്ല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ശരീരം വല്ലാതെ നീറിപ്പുകയുന്ന വേദനയുടെ നടുവിൽ പ്രിയപ്പെട്ട നേതാവിനോട് പറയാൻ വന്ന സങ്കടത്തിന്റെ കഥ പോലും മറന്ന്, അല്ലാഹുവേ, ഞാൻ ഇന്ന് മുസ്ലിമായി നിൽക്കാൻ, ഞാൻ ഈ വിശ്വാസ പ്രമാണത്തിന്റെ ഏറ്റവും വലിയ ആളായി മാറാൻ എനിക്ക് മുമ്പേ നടന്നുപോയ സമൂഹം അനുഭവിച്ച പീഡനം ഇതാണെങ്കിൽ ഞാനതിനു വേണ്ടി എന്തിന് വേവലാതിപ്പെടണമെന്ന് പറഞ്ഞ് തെളിപുഞ്ചിരിയോടെ ശരീരത്തിന്റെ വേദന മറന്ന് പുഞ്ചിരിച്ചു നിൽക്കുന്ന ഹബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹുവിനോട് അതിനേക്കാൾ സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ അല്ലാഹുവിന്റെ തിരുദൂതര് പറഞ്ഞുവത്രേ, ശരീരം മുഴുവനെ കത്തിക്കരിഞ്ഞ് ചാമ്പരായ രൂക്ഷഗന്ധം അന്തരീക്ഷത്തിലേക്ക് പാറി പറക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞുവത്രേ, ഹബ്ബാബേ കേട്ടുകൊള്ളുക, ഹബ്ബാബേ കേട്ടുകൊള്ളുക, ഭാരതത്തിന്റെ ചുറ്റുഭാഗത്ത് പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമിയുടെ ചുറ്റുപടുത്ത് കിടക്കുന്ന മണരാരണ്യത്തിന് മുകളിൽ തലയിൽ ചാരിവെക്കാനൊരു തലയണ പോലെ സ്വന്തമായിട്ടില്ലാത്ത സഹോദരങ്ങളെ തിരിച്ചറിയണം. തല ചാരിവെക്കാനൊരു തലയണ പോലെ സ്വന്തമായിട്ടില്ലാതെ കാൽമുട്ടുകളിലേക്ക് കൈമുട്ടുകളിലേക്ക് തലചാരി വെച്ച് ഈ തപ്പല മരത്തിന്റെ തണലിൽ കിടന്നുറങ്ങുന്ന അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞവത്ര, ഹബ്ബാബേ വല്ലാഹി ലയുതിമ്മന്നല്ലാഹു ഹാദൽ അംറ ഹത്താ യസീറ الراكب من صنعاء إلى حضرموت لا يخاف إلا الله والذئب على غنمه. അല്ലാഹുവിന്റെ തിരുദൂതര് പറഞ്ഞവത്ര, ഹബ്ബാബേ ഹബ്ബാബേ വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം, എന്നെയും നിന്നെയും ഈ പച്ചമണ്ണിൽ നിന്ന് പടച്ചെടുത്ത പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം. ഹബ്ബാബേ ലയുതിമ്മന്നല്ലാഹു ഹാദൽ അംറ, അല്ലാഹു ഈ വിശുദ്ധമായ ഇസ്ലാമിനെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അല്ലാഹു ഈ വിശുദ്ധമായ ഇസ്ലാമിന്റെ വെന്നിക്കൊടി അല്ലാഹു ലോകത്ത് പാറിക്കുക തന്നെ ചെയ്യും. ഏതുവരെ എന്നറിയുമോ? ഹത്താ യസീറ الراكب من صنعاء إلى حضرموت, അങ്ങകലെ നിന്നുള്ള സനായിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ ഹളറമൗത്ത് വരെ പാതിരാ സമയത്തൊരു യാത്രികന്, പാതിരാ സമയത്ത് സഞ്ചരിക്കുന്ന ഒരു വഴിയാത്രികൻ, അവന്റെ കയ്യിൽ കോടിക്കണക്കിന് രൂപയുടെ വിലയുള്ള സ്വർണ്ണാഭരണങ്ങളെ കയ്യിലുണ്ടെങ്കിലും ആരെയും പേടിക്കാതെ ഭയക്കാതെ പാതിരാ സമയത്ത് തന്റെ കയ്യിലിരിക്കുന്ന സ്വർണ്ണ കൂമ്പാരവുമായി ഒരു വഴിയാത്രക്കാരൻ തന്റെ ഒട്ടകപ്പുറത്ത്, അവൻ തന്റെ ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ചു പോകും. ഒരാട്ടിടയൻ തന്നെ ആടുമായിട്ട് പാതിരാ സമയത്ത് സഞ്ചരിച്ചു പോകും. കള്ളനെ പേടിയില്ല, കൊലപാതകയെ പേടിയില്ല, കൊള്ളക്കാരെ പേടിയില്ല, തന്റെ കരുത്തിലാരെങ്കിലും കത്തിവെക്കുമെന്നുള്ള ഭയം അവനില്ല. അവന്റെ ഉള്ളിൽ ഒരേ ഒരു ഭയം മാത്രമേയുള്ളൂ, ലാ യഖാഫു ഇല്ലല്ലാഹ്, പടച്ച തമ്പുരാനെ അല്ലാതെ അവന് ഭയമില്ല. പിന്നെയോ വദ്ദിബ അലാ ഗനമിഹി, കാടിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഏതെങ്കിലും ചെന്നായ തന്റെ ആടിനെ ആക്രമിക്കുമോ എന്ന ഒരേ ഒരു ഭയം മാത്രമില്ലാതെ മറ്റൊരു ഭയം പോലുമില്ലാതെ സഹോദരങ്ങളെ ചിന്തിച്ചു കൊള്ളുക. സ്വർണ്ണ നാണയങ്ങളും ഉള്ളം കയ്യിൽ പിടിച്ചിട്ട് ഒരു മനുഷ്യൻ 1000 കിലോമീറ്റർ പാതിരാ സമയത്ത് ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ഏറ്റവും വലിയൊരു സ്വാതന്ത്ര്യത്തിന്റെ കാലത്തിലേക്ക്, മാവേലി ഭരിച്ചതിനേക്കാൾ വലിയ നന്മയുടെ നാട്ടിലേക്ക് അല്ലാഹു ഇസ്ലാമിനെ കൊണ്ടെത്തിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, താജ്ദാറെ മദീന നബി മുഹമ്മദ് മുസ്തഫ, പോരാ കഅബേക ബദർ ദുജാ നബി മുഹമ്മദ് മുസ്തഫ, മദീനയിലെ രാജകുമാരനെ നബി മുഹമ്മദ് മുസ്തഫ, മക്കയുടെ മണവാളനെ നബി മുഹമ്മദ് മുസ്തഫ, സഫാ മലയുടെ സാത്വികനെ നബി മുഹമ്മദ് മുസ്തഫ, ആമിനയുടെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ, അബ്ദുള്ളയുടെ സത്തേ നബി മുഹമ്മദ് മുസ്തഫ,
ഹിജാസിന്റെ നായകനെ നബി മുഹമ്മദ് മുസ്തഫ തു റഊഫ് ഹേ തു റഹീം ഹേ തു റസൂൽ റബ്ബേ കരീം ഹേ തു റഊഫ് ഹേ തു റഹീം ഹേ തു റസൂൽ റബ്ബേ കരീം ഹേ. അങ്ങ് ഒരു സാധാരണ നബിയല്ല നബിയെ, അങ്ങ് മാന്യനായ അല്ലാഹുവിന്റെ മാന്യനായ പ്രവാചകനാണ് തിരുദൂതരെ. അങ്ങേ കല്ലാതെ ഇങ്ങനെ പറയാൻ കഴിയില്ല. ഏത് സമയത്താണ് പറയുന്നത് മുസ്ലിമാണെന്ന് ഉറക്കെ പറയാൻ പോലും കഴിയാത്ത വിധത്തിൽ മക്കാ ഖുറൈശികളുടെ ആക്രമണത്തെ പേടിച്ചിട്ട് ഒരു ഈത്തപ്പനമരത്തിന്റെ തണലിൽ കിടക്കുമ്പോഴാണ് വരാനിരിക്കുന്ന ലോകത്തിന്റെ സമ്പൂർണ്ണതയെക്കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ ആശങ്കയില്ലാത്ത പ്രവചിക്കുന്നത്. ആരാണ് മുമ്പിൽ നിൽക്കുന്നത്? ആ കാലഘട്ടത്തിന്റെ ഇസ്ലാമിന്റെ അവസ്ഥ ഇതാരാ മുമ്പിൽ നിൽക്കുന്നത്? സഹോദരങ്ങളെ, ആ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നിന്നത് പച്ചമാംസം കത്തിക്കരിഞ്ഞു പോയ ഹബ്ബാബിന് അറത്ത് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട പച്ച ചെറുപ്പക്കാരനാണെങ്കിൽ ആ ചെറുപ്പക്കാരന്റെ കത്തിക്കരിഞ്ഞ പച്ചമാംസത്തിന്റെ രൂക്ഷഗന്ധമാണ് അന്ന് മക്കയിലെ അന്തരീക്ഷത്തിൽ അലയടിച്ചുയർന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനേക്കാൾ വലിയ ഹബ്ബാബുമാരുടെ മാംസം കുത്തിക്കരിക്കുന്ന, അതിനേക്കാൾ വലിയ ഹബ്ബാബുമാരുടെ മാംസം കത്തിക്കരിഞ്ഞ് ചാമ്പലാകുന്ന രൂക്ഷഗന്ധം നമ്മുടെ അന്തരീക്ഷത്തിലോട്ട് കടന്നു പോകുമ്പോ നിറഗർഭിണിയെ മരത്തിൽ കിടത്തിയിട്ടവളുടെ വയറ്റിലേക്ക് നിറഗർഭിണിയുടെ വയറ്റിലോട്ട് വലതുകാലെടുത്ത് വെച്ച് ആന് ചവിട്ടുമ്പോൾ വെളിയിലോട്ട് ചിതറിച്ചരിക്കുന്ന മാസം തികയാതെ വെളിയിലോട്ട് വന്ന നിഷ്കളങ്ക ബാല്യം വാതുറന്ന് നിലവിളിക്കുമ്പോ ആ നിലവിളിക്കുന്ന നിഷ്കളങ്ക ബാല്യത്തിന്റെ വായിലേക്ക് പെട്രോൾ ഒടിച്ചിട്ട് ആ പെട്രോളിലേക്ക് തീപ്പെട്ടിക്കൊള്ളി ഉരസിയിട്ട് പാവപ്പെട്ട ഒരു നിഷ്കളങ്കയായ പാവപ്പെട്ട പെൺകുട്ടിയുടെ തലച്ചോറ് ചിതറിത്തെറിക്കുമ്പോ ആ പാവപ്പെട്ട പെണ്ണിന്റെ പാവപ്പെട്ട നിഷ്കളങ്ക ബാല്യത്തിന്റെ ചിതറിത്തെറിക്കുന്ന തലച്ചോറിന്റെ പച്ചമാംസത്തിന്റെ ഗന്ധമാണ് ഇന്ന് നമ്മുടെ അയൽനാട്ടിൽ അലയെടുക്കുന്നതെങ്കിൽ റോഡിലൂടെ നടന്നു പോകുന്ന ഭാര്യയും ഭർത്താവിനെയും പിടിച്ചു നിർത്തി ഭർത്താവിന്റെ കൺമുമ്പിൽ വെച്ചിട്ട് ഭാര്യ ക്രൂരമായി മാനഭംഗം ചെയ്ത് അരുതേ എന്ന് നിലവിളിക്കുന്ന സഹറാബൂദി എന്ന പിതാവിനെ പിടിച്ചു നിർത്തിയിട്ട് പെട്രോൾ ഒടിച്ചിട്ട് പച്ചക്ക് കത്തിക്കരിച്ച് ചാമ്പലാക്കി ആ മാനഭംഗം ചെയ്യപ്പെട്ട പെണ്ണിനെ പച്ചയോടെ മരുഭൂമിയിൽ കുഴിച്ചിടുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കയിൽ ഹബ്ബാബിന്റെ പച്ചമാംസത്തിന്റെ രംഗം വന്നതുപോലെ ഇന്ന് നമ്മുടെ മുമ്പിൽ സഹറാബൂദിന്റെ പച്ചമാംസത്തിന്റെ ഗന്ധം വരുമ്പോ അന്ന് പെണ്ണിനെ ജീവനോടെ കുടിച്ചു മൂടിയ മക്കാ മുശ്രിക്കുകൾക്കപ്പുറം ഇന്ന് സഹറാബൂദി എന്ന പാവപ്പെട്ട മനുഷ്യന്റെ ഭാര്യയുടെ പച്ചമാംസത്തിന്റെ ഗന്ധം അനുഭവിക്കുമ്പോ ആ സമയത്തല്ലേ ഇസ്ലാമിന്റെ അവസ്ഥ നാം ചർച്ച ചെയ്യുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താണ്? 1000 പച്ചമാംസത്തിന്റെ രൂക്ഷഗന്ധം അലയടിക്കുമ്പോ അങ്ങകലെ ഫലസ്തീനിലും ചെച്ചിനിയിലും ബോസ്നിയയിലും ഗുജറാത്തിലും കശ്മീരിലും മാറാടിലുമൊക്കെ ആയിരക്കണക്കിന് നിരപരാധികളുടെ പച്ചമാംസത്തിന്റെ ഗന്ധം മുഴുവനും നാസാരന്ധത്തിലോട്ട് കടന്നു വരുമ്പോ നിസ്കാരപ്പായിരുന്നിട്ട് ആയിരക്കണക്കിന് മുസ്ലിമീങ്ങൾ പൊട്ടിക്കരയുമ്പോ സഹോദരങ്ങളെ, റമളാനിന്റെ 15-ാം രാവ് കഴിയുമ്പോ അല്ലാഹുവേ അല്ലാഹും മൻസുറിൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ അല്ലാഹും അദ്ദിബിൽ യഹൂദ വന്നസാറ. ആയിരക്കണക്കിന് അല്ലാഹുവിന്റെ റസൂലിന്റെ പാദപതന ശബ്ദം കൊണ്ട് അനുഗ്രഹീതമായ മസ്ജിദുൻ നബവിയിലടക്കം മസ്ജിദുൽ ഹറാമിലടക്കം ബഹുമാനനായ അബ്ദുറഹ്മാൻ ഇബ്നു സുദൈസിയുടെ നാവിലൂടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സമയത്ത് ആമീൻ പറയുമ്പോ എന്തേ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയുമോ? ഹബ്ബാബേ ഭയക്കണ്ട ഹബ്ബാബേ, ഹബ്ബാബേ ഭയക്കണ്ട ഹബ്ബാബേ, അല്ലാഹു ഈ ദീനിനെ പൂർത്തീകരിക്കുമെന്ന്, നാളെ ഈ ലോകം മുഴുവനും ഇസ്ലാമിന്റെ കീഴിലാകുമെന്ന് നബി മുഹമ്മദ്